ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഡ്രൈയിങ് റാക്ക് ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ റാക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ ഈ ക്ലോത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തുണി ഉണക്കാനിടുന്ന സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ലെങ്ത്ത് വയറിംഗ് പൈപ്പ് ISI മുദ്രയുള്ളതാണ്. അതായത് നമ്മൾ വാർപ്പിന് ഉപയോഗിക്കുന്ന വയറിംഗ് പൈപ്പാണ്. പിന്നെ 2 ബെൻഡ്, 2 ടീ, 2 എൽബോ, പിന്നെ കനം കമ്മിയായ കയറും, വയറിങ്ങിൻ്റെ ഒരു 3 ക്ലാമ്പ്. ഇതാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിത് ജനലിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ജനലിൽ ഒരു ഭാഗത്ത് 4 ഇഞ്ച് ഗ്യാപ്പ് വിടേണ്ടതാണ്. അത് നമുക്ക് കർട്ടൻ അവിടെ നീക്കി വെക്കാനുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് മുറിക്കുന്നുണ്ട്. ഈ പൈപ്പ് മുറിക്കുമ്പോൾ പൈപ്പ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇടയിൽ ടീന് വേണ്ടിയിട്ട് പൈപ്പ് മുറിക്കേണ്ട ആവശ്യമില്ല. ടീൻ്റെ ടോപ്പ് മുറിച്ചിട്ട് ടീന് വിടർത്തിയിട്ട് പൈപ്പിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതിൽ കെട്ടാനുള്ള കയറ് നൈസ് കയറാണെങ്കിൽ ലേശം ബലമുള്ള കയറ് വാങ്ങുക. അപ്പോൾ നമ്മൾ ജനലിൽ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്ന അവിടെ പൈപ്പിൽ 2 പൈപ്പായിട്ട് ഉപയോഗിക്കണം. ഒരു പൈപ്പിൽ നേരെ പാതിക്ക് മുറിച്ചിട്ട് വിടർത്തിയിട്ട് ആ ക്ലാമ്പിൻ്റെ അവിടെ 2 പൈപ്പ് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് പ്ലംബിംഗ് പൈപ്പിലായും ചെയ്യാവുന്നതാണ്. പ്ലംബിംഗ് പൈപ്പിൻ്റെ ആര്യൻ്റെ പൈപ്പിൽ ചെയ്താൽ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടാവും. ഇത് നമ്മൾ ആ ബെൻഡിലൊക്കെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് വെച്ച് ഒട്ടിക്കുക. ഇതാ ടീൻ്റെ അവിടെ നമ്മളിങ്ങനെ ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റി കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് പ്ലംബിങ്ങിൻ്റെ 6 ഇഞ്ച് പൈപ്പ് കൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ സെറ്റ് ചെയ്യാനുള്ള കയറ് നൈസ് കയറ്, നല്ല ബലമുള്ള കയറ് വാങ്ങുക. അപ്പോൾ നമുക്ക് കയറ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് കമ്പി ചൂടാക്കിയിട്ട് ഡ്രില്ല് കൊണ്ട് എന്തെങ്കിലും ഹോൾ ഇടുക. എന്നിട്ട് നമുക്ക് ഈ കയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടുക. അപ്പോൾ നമ്മൾ 3 ക്ലാമ്പ് ജനലിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് അത് നിൽക്കുന്നത്. ആ ക്ലാമ്പ് പിടിപ്പിക്കുമ്പോൾ ആ ക്ലാമ്പിന് മുകളിൽ ഒരു കവറിങ് പൈപ്പ് വെച്ച് കൊടുക്കുക. ആ കവറിങ് പൈപ്പ് നേരെ മുറിച്ചിട്ട് ആ ക്ലാമ്പിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലൊരു ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ നിന്ന് നമ്മൾ വലിച്ച് കെട്ടുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ ഓരോ കൊളുത്ത് വെക്കുക. അപ്പോൾ ഈ എൻഡിൽ ഒരു കമ്പി പോലെ ഹോൾ ഇട്ടിട്ട് ഒരു കമ്പീൻ്റെ റിങ്ങാക്കി വെക്കുക. അപ്പോൾ അതിന് നമുക്കതിൽ കൊളുത്തുക. അത് അപ്പോൾ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ മടക്കി വയ്ക്കുക. അതിൽ തുണി ഉണങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് താഴേക്ക് താത്തി വയ്ക്കുക. കർട്ടൻ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊന്നും നമുക്ക് കാണത്തില്ല. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സിന് ആവശ്യമായ സാധനങ്ങൾ ഒരിക്കൽ കൂടെ പറയുക. 2 ബെൻഡ്, 2 എൽബോ, 2 ടീ, 2 ലെങ്ത്ത് പൈപ്പ്, 3 ക്ലാമ്പ്, പിന്നെ അതിൽ നൈസായിട്ടുള്ള നല്ല ബലമുള്ള കയറ്. ഇതാണ് ഇതിന് ആവശ്യമായത്. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ISI മുദ്രയുള്ള പൈപ്പാണ് വാങ്ങേണ്ടത്. അതായത് വാർപ്പിന് ഉപയോഗിക്കുന്ന പൈപ്പാണ് വാങ്ങേണ്ടത്. ഹെവി പൈപ്പായിരിക്കണം അത്.